അസ്സലാമലൈക്കും. യജമാൻസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് ബിരിയാണിയാണ്. ഫിഷ് ബിരിയാണി എങ്ങനെ സിമ്പിളായിട്ട് എങ്ങനെ ഫിഷ് ബിരിയാണി വെക്കാമെന്നാണ് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. ആദ്യം വേണ്ടത് സവാളയാണ്. 2 സവാളയാണ് ഞാൻ ആകെ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്. പിന്നെ തക്കാളി നന്നായിട്ട് അരിഞ്ഞതാണത്. പിന്നെ എടുത്തിരിക്കുന്നത് മീനാണ്. മീൻ എന്ന് പറയാൻ നേരത്ത് നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. നെയ്മീൻ നല്ല മസാല ചേർത്തതാണ്. പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, മുളക് പൊടി, ബിരിയാണി മസാല, ഉപ്പ്, പിന്നെ കുറച്ച് ചിക്കൻ മസാല കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറിന് വേണ്ടി നമ്മൾ കുറച്ച് സവാള അരിഞ്ഞതും പട്ട, കറയാമ്പൂ, ഏലക്ക, കുരുമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. പിന്നെ അരിയാണ് എടുത്തിരിക്കുന്നത്. അരി എന്ന് പറയാനകത്ത് ബസ്മതി അരി തന്നെ എടുക്കണം. ബസ്മതി അരിയിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ബർക്കത്ത് എന്ന് പറഞ്ഞ അരിയാണ്. ബർക്കത്ത് അരി ആകുമ്പോൾ കുറച്ച് നേരിയതാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ അരിയാണ്, അതുകൊണ്ടാണ് അത് എടുത്തിരിക്കുന്നത്. 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ബിരിയാണി വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. നെയ്മീൻ ഞാൻ നന്നായിട്ട് കഴുകിയ ശേഷം ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കണം. ഇപ്പം ഞാനൊരു ചീനച്ചട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ചൂടാവാൻ വേണ്ടിയാണ്. എണ്ണ ചൂടായി വരാനകത്ത് നമുക്ക് നെയ്യിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അധികം മുരിയേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഓരോ മീൻ വെച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇതാക്കാൻ നോക്കാം. ഒന്നുകൂടി ഒന്ന് മാറ്റാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലോണം വഴഞ്ഞ് നമുക്ക് എല്ലാ പൊടികളും തക്കാളിയൊക്കെ നല്ലോണം ഇതായി. പിന്നെ നമുക്ക് അതിൽ ഓരോ മസാല ഇട്ട് കൊടുക്കാം. ആദ്യം മുളക് പൊടി ഇട്ട് ചെറിയ ടേബിൾ സ്പൂണാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1 ടീസ്പൂൺ വേണം, ടേബിൾ സ്പൂൺ. നമുക്ക് ഇപ്പോൾ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് നമുക്ക് കഴിഞ്ഞിട്ട് ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഗരം മസാല ഇടാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. പിന്നെ നമുക്ക് ചിക്കൻ മസാല കുറച്ചെടുത്ത് വെച്ചിട്ട് അതിട്ട് കൊടുക്കാം. 2 സ്പൂൺ ചിക്കൻ മസാല. നമുക്ക് എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചാൽ മതി. ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കും. മസാല ഒന്ന് ഇതാവാനും ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കും. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മസാലയെ ഒന്ന് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, ഉപ്പിട്ടു. നമുക്ക് യോജിച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, വെള്ളം ഒഴിച്ചു. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും തിള വരുമ്പോഴേക്കും മീൻ ഇട്ട് കൊടുക്കാം. ഒഴിച്ച വെള്ളം ഒന്ന് ഇത്തിരി കൂടി കട്ടിയിട്ട് മീനും വെള്ളവും എല്ലാം കൂടി ഒന്ന് കട്ടി കഴിയുമ്പോൾ നമുക്ക് ചോറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം.
ഒരു അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ചോറിനുള്ള പാത്രം എടുത്തു. വീട്ടിലേക്ക് ഓരോ ഇട്ടിട്ട് പോവാതെ വെക്കും. ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പതുക്കെ ഇളക്കാൻ പാടില്ല. പൊട്ടി പോവാതെ ഇളക്കിയിട്ട് നമുക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മസാലയൊക്കെ മീനിൽ പൊതിഞ്ഞ് വെച്ചിട്ട് വേണം ആ ഗ്ലാസ് വെള്ളത്തിൽ വെച്ച് നന്നായിട്ടൊരു 10-15 മിനിറ്റ് ഇടും തേങ്ങ. അപ്പോഴേക്കും നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് ചോറ് ചെയ്യും. ടീസ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചത്. എല്ലാം നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിച്ചു. നെയ്യ് വേണ്ടായി ആവശ്യം. അടുത്ത് വെച്ച് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള, പട്ട, കറിവേപ്പില, ഏലക്ക, 2 കുരുമുളക് ഇത്രയും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുരിയല്ല, ഒന്ന് ഒഴിച്ചായി. സവാളയൊക്കെ ഒന്ന് ഇതായിട്ട് അധികം വാടയൊന്നും വേണ്ട. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതായിട്ട് നമ്മൾ 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കും. ഇത് തിളവരുമ്പോഴാണ് വൈകിട്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. പറഞ്ഞിട്ട് അതിന് വേണ്ടി ഞാൻ 3 ഗ്ലാസ് 3 നാഴി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എടുക്കുന്ന പാത്രത്തിന് അളവനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നിങ്ങൾ എല്ലാം കഴിഞ്ഞ് നമുക്ക് പാകത്തിന് ഉപ്പിട്ട് തിളച്ചാൽ മതി. വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചിട്ടാക്കിയിട്ട് ഏത് അരി വേണമെങ്കിലും വെക്കാം. നീളമുള്ള അരിയ ചെറിയ ഏത് പീസ് വേണമെങ്കിലും ബിരിയാണി റൈസ് നമുക്ക് ഉണ്ടാക്കാറുണ്ട്. ചെറിയ അരിയായിരിക്കും. നമുക്ക് വെള്ളമൊക്കെ നല്ലോണം തിളച്ച് അരിയിട്ട് പാകത്തിൽ ഇപ്പൊക്കെ നോക്കിയിട്ട് ഇത് നമുക്ക് അതിലേക്ക് പകുതി സെൻസാണ് നീര് വെച്ച് കൊടുക്കും. ഒരൊറ്റ പീസ് പിന്നെ ചോറ് റെഡിയായി. ഒറ്റ വിസിൽ വരും. ഒറ്റ വിസിൽ ചോറ് റെഡി ആയിട്ടിട്ട് നമുക്ക് ദമ്മ് ഇടുന്ന കാര്യം റെഡി ആയിട്ട് അത് നമുക്ക് ദമ്മിടാം. ഇയാളുടെ സവാള ഒന്ന് നന്നായിട്ട് മൊരിയിച്ച് വെളിച്ചെണ്ണ കുറച്ച് നെയ്യ് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും. സവാളയുടെ പകുതിയാണ് എടുത്തെങ്കിൽ പകുതി ഇട്ട് നല്ല മൊരിയിച്ചെടുക്കും. നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് കാഷ്നട്ടും മുന്തിരി ഇട്ട് കൊടുക്കും. ഒരു ടീസ്പൂൺ വേണം. നെയ്യ് ഒഴിച്ചു ചോറിട്ട് ദം ചെയ്യാനാണ് ചോറിട്ട്. അടിയിൽ വേണം ചോറിലാണെങ്കിൽ മസാല കഴിക്കും. ചോറ് മസാല ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് മറ്റേ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ ഇഷ്ടപ്പെട്ടവർക്ക് അത് ഇട്ടിട്ട് പാൽ വെച്ച് അത് അരമണിക്കൂർ വെച്ച് വെക്കാം. അതില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് മാത്രം വെച്ചാൽ പൈനാപ്പിളിൻ്റെ എസൻസ് വെച്ചിട്ടാം. എല്ലാം ഒരേ ഉള്ളിൽ ഒഴിക്കാൻ പാടുള്ളൂ. ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഒന്നും വേണ്ട. പാലും കളറും മാത്രം ഒഴിച്ചു കൊടുക്കും. കളറില്ലെങ്കിൽ അതും വിഷമിക്കേണ്ട. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് ഇട്ടിട്ട് കലക്കി അതിൻ്റെ മുകളിൽ ഒന്ന് ഇത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു മുള്ളിൽ ഒഴിച്ചു കൊടുക്കാം.
കുറച്ച് മതി. കുറച്ച് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് ഇട്ടിട്ട് ഒരു കളറിന് വേണ്ടി മാറ്റി എൻ്റെ മുകളിൽ മുട്ട് മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ചോറ് ഇതിന് മുകളിലോട്ട് ഇട്ട് കൊടുക്കും. നല്ല പാകമായിട്ടൊന്ന് കുഴഞ്ഞൊന്നും വരുന്നില്ല. ഇതിന് മുകളിൽ ഡെക്കറേഷൻ ചെയ്യും. കുഴപ്പമില്ല, കേട്ടൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ ലോക്ക്ഡൗൺ ആയത് കാരണം വണ്ടിയിലെ പുതിയ രീതിക്ക് കിട്ടാൻ അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് ഞാനിരിക്കും ഇങ്ങനെയാണ് ഓരോ നമുക്ക് ബാക്കി പാത് കളറും ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സവാളയും കാഷ്നട്ടും കിസ്മിസും കൂടി അത് കുറേയൊക്കെ നമുക്ക് എല്ലാ ചേർക്കും. കാഴ്ച ചേർക്കും. ഇതില്ലെങ്കിൽ നമുക്ക് പാത്രം കൊണ്ട് തന്നെ മൂടിയിട്ട് ഇതൊന്നും ചെയ്യാം. എന്തെങ്കിലും വെച്ച് വെച്ചിട്ടാണ് ഇതുണ്ടെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കുന്നു. കൊണ്ട് നന്നായിട്ട് ദം ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു താല വെച്ചിട്ട് ഇതില്ലെങ്കിലും പേടിക്കേണ്ട, നമുക്ക് ഈ താല തന്നെ മതിയാവും. താല വെച്ച് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് കയറ്റി വെച്ചാൽ അപ്പം നന്നായിട്ട് ആദ്യം പുറത്ത് പോകും. നമ്മൾ മൂടിയിട്ടുണ്ട് ഒരു 5 മിനിറ്റ് മതിയാവും. അത്രയും വെച്ചാൽ ഞാൻ പാടുന്നു. അടി കരിയരുത്. അതിന് നമുക്ക് എന്തെങ്കിലും ഒരു ദോശക്കല്ല എന്തെങ്കിലും ഒരു കൈത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമുക്ക് നേരിട്ട് തീയിട്ട് കൊടുക്കാം. അപ്പോൾ പേടിക്കേണ്ട, കരി ഒട്ടും വരും. നന്നായിട്ട് ദം ചെയ്തിട്ടുണ്ട്. 5 മിനിറ്റ് വെച്ചാൽ മതി. ചെയ്യാം ചെയ്തിട്ട് ദം പൊട്ടി പാകമായിട്ടിട്ടല്ല നല്ല ആയിട്ട് ചെയ്ത് നല്ല ചോറൊക്കെ നല്ല ഇതായിട്ട് നമുക്ക് സർവീസ് ഡിഷിലേക്ക് മാറ്റി. അപ്പോൾ ഞങ്ങളുടെ നെയ്മീൻ ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ വളരെ സിമ്പിളാണ്. എല്ലാവരും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞങ്ങളെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.